ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി ഐറ്റാണ് കാണിക്കാൻ പോകുന്നത്. എന്താണ് ക്യാരറ്റ് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റിന്റെ അച്ചാർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ, എല്ലാരും വിചാരിക്കും ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും, പെട്ടെന്ന് കഴിച്ചു തീർക്കണം, കുറെ നാൾ ഇരിക്കത്തില്ല എന്നുള്ള വിചാരമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ക്യാരറ്റ് അച്ചാറിന്റെ പ്രത്യേകത എന്താണ്? ഒരു വർഷത്തിൽ കൂടുതൽ ഇരിക്കും നമ്മുടെ ക്യാരറ്റ്. ഒരു കൊല്ലത്തിൽ കൂടുതൽ, അതായത് ഒരു 2 കൊല്ലം വരെയൊക്കെ ഈസി ആയിട്ട് ഇരിക്കുന്ന ഒരു അച്ചാർ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ 1 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ക്യാരറ്റ് അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ദിവസം കാവ്യ വന്നപ്പോ അവര് കൊണ്ടുപോയി. കാരണം അത്രയും നാൾ ഇരിക്കുന്ന ക്യാരറ്റ് അച്ചാറാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ക്യാരറ്റ് അച്ചാർ ഇത്രയും നാൾ ഇരിക്കണമെങ്കിൽ അത് ഇടുമ്പോൾ അച്ചാറാക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ? അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ക്യാരറ്റ് അച്ചാർ അടിപൊളി ഉണ്ടാക്കണം എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വലിയ പാടൊന്നും ഇല്ല ഉണ്ടാക്കാം അല്ലെ? സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ എന്ത് ക്യാരറ്റ് അച്ചാർ എന്ന് ശരിക്കും ആൾക്കാർ പറയില്ല കഴിച്ചു കഴിഞ്ഞാൽ അല്ലെ? അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഇരിക്കുന്നതോറും രുചി കൂടും. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇരിക്കില്ല വീട്ടില്. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും വന്ന് ഇത് തോണ്ടി ഇച്ചിരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ആ ക്യാരറ്റ് അച്ചാറും എടുത്തോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് നമ്മുടെ ക്യാരറ്റ് അച്ചാർ അങ്ങ് കാണാം അല്ലെ, എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. ക്യാരറ്റ് അച്ചാറാണ് ഇടാൻ പോകുന്നത്. 1 കിലോ ക്യാരറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ലപോലെ അത് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നു. പിന്നെ അതിന് വേണ്ടുന്ന പച്ചമുളക് ഇതേ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളകും കഴുകിയൊക്കെ വെച്ചേക്കുന്നു. പച്ചമുളക് ഇനി അരിയണം. പിന്നെ വെളുത്തുള്ളി അത് വേണം. ഇത്രയും വെളുത്തുള്ളി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ക്യാരറ്റ് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കണം. പച്ചക്കിട്ടാൽ കൊള്ളുമില്ല, പച്ചക്കിട്ടാൽ ഞോളപ്പ് വരും. അപ്പൊ നമ്മളിത് വറക്കാൻ പോവാണ്. ക്യാരറ്റ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് ഈ മാങ്ങ അരിഞ്ഞ പോലെ, ഈ മാങ്ങയൊക്കെ അരിയുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഒത്തിരി വലിപ്പത്തിലുമല്ല, ഒത്തിരി വലിപ്പം കുറച്ചുമല്ല അല്ലെ? അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് വറക്കല്ലേ? ഇത് നമ്മൾ നല്ലെണ്ണക്കകത്തല്ലേ വറുത്തെടുക്കും. നമ്മളൊരു ചീനിച്ചട്ടിക്കകത്ത് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ 1 കിലോ ഒന്നിച്ചല്ല കേട്ടോ വറക്കുന്നത്, നമ്മള് കുറച്ചിട്ടാ വറക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വറക്കണേ നമുക്ക് ഒത്തിരി എണ്ണ വേണം അല്ലേ? എണ്ണയും വേണം, ഉരുളിയൊക്കെ വെക്കണം, പാടാം. നമ്മള് ചീനിച്ചട്ടിയിൽ നമ്മൾ കുറച്ച് കണ്ടില്ലേ, ഇങ്ങനെ 2 3 പ്രാവശ്യമായിട്ടാകുമ്പോ നമുക്ക് കുറച്ചിട്ട് വറക്കാം. അപ്പൊ എണ്ണ കുറച്ച് മതി നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി എണ്ണ ചിലവാകും. അപ്പൊ ഇതിനിപ്പോ ഇളക്കത്തില്ല, ഇങ്ങനെ കിടക്കണം അല്ലേ? അന്നേരം മറിക്കത്തുള്ളൂ, അല്ലെ? നമ്മൾ ഇടുന്ന ഉടനെ തന്നെ നമ്മളിങ്ങനെ ഇളക്കത്തില്ല. നമ്മൾ ചിപ്സ് ഒക്കെ വറക്കുന്ന ആ ഒരു രീതിയിൽ അല്ലെ, ആ രീതിയിൽ വറുത്ത് നമുക്ക് കോരി എടുത്തിട്ടാണ് നമ്മൾ എന്തായാലും ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതുവരെ നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഇളക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഇട്ടിട്ട് അങ്ങനെ തന്നെ കിടക്കുവാണ്. ഇപ്പോഴാണ് നമ്മൾ ഇത് ഇളക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ തന്നെ നന്നായിട്ട് വാടി അല്ലേ? വാടി എണ്ണ കൂടുതലായി. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ വറക്കുന്നത്. ഇനി കുറച്ചുകൂടെ മൂക്കാനുണ്ട്. ഇതെല്ലാം ഒന്നും ആയിട്ടില്ല. മൂത്ത് കഴിയുമ്പോ നമുക്ക് ഒന്നുകൂടെ കാണിക്കാം. നമ്മളെ ക്യാരറ്റ് വറക്കാനായിട്ട് ഇട്ടില്ല. ആ ഒരു സമയത്ത് നമ്മൾ എണ്ണ വരും, നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ പച്ചമുളകൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാം. അപ്പൊ ഈ പച്ചമുളക് നമ്മളിത് ഇങ്ങനെ വളരെ കട്ടി കുറഞ്ഞ്, എന്നാൽ തീരെ ലൈറ്റ് ആയിട്ടും അല്ലായിരിക്കും, അങ്ങനെ രീതിയിൽ നമ്മൾ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യും. പക്ഷെ വെളുത്തുള്ളി പൊളിക്കാൻ ഇച്ചിരി താമസമായതുകൊണ്ട് നമ്മൾ നേരത്തെ വെളുത്തുള്ളി പൊളിച്ചു. അപ്പൊ ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടിരിക്കണം. ഇനി വറുത്ത് കോരി എടുത്താൽ മതി നമുക്ക് അച്ചാറിലേക്ക് ഇത് മാറ്റാനായിട്ട്. ഞാൻ അവിടെ ക്യാരറ്റ് ഇത് ഇപ്പൊ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഈ ക്യാരറ്റ് കോരി എടുക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഇനി ഇത് കോരി കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണ്ടില്ലേ, ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടും, നന്നായിട്ട് മൂത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കോരി മാറ്റാൻ പോവാണ്. ഇത് കോരി മാറ്റിയിട്ട് നമ്മൾ അടുത്ത 2ാമത്തെ ട്രിപ്പ് ക്യാരറ്റ് നമ്മൾ 2ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഇല്ല അല്ലെ, 3ആയിട്ട് വേണം നമ്മൾ വറക്കാനായിട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു ക്യാരറ്റ് നമ്മൾ അങ്ങ് കോരി മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മളുണ്ടല്ലോ, നമ്മുടെ അച്ചാറിന്റെ ബാക്കി പരിപാടികൾ നമ്മൾ തുടങ്ങാൻ പോവാം. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അങ്ങനെ കോരി മാറ്റി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ നമുക്ക് 3ആയിട്ടാണ് നമുക്ക് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2ാമത്തെ നമ്മൾ ഇടാൻ പോവാണ്. ഈ ഒരു എണ്ണയിലേക്ക് തന്നെയാണ്, ആദ്യം വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ്. എണ്ണ കുറയത്തില്ല, അത്രയും തന്നെ എണ്ണയുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലേശം വറുത്തെടുത്തു കഴിഞ്ഞാൽ എണ്ണയുടെ ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലും നമ്മൾ നല്ലെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് വെളുത്തുള്ളി ഇട്ട് വറുത്തെടുക്കാൻ പോവാണ്. വറുത്ത് നല്ല വഴറ്റില്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കണം എല്ലാം. അപ്പൊ 1ാമത്തെ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് വറുത്ത് കോരി എടുക്കണം, വെളുത്തുള്ളി വറുത്ത് കോരി എടുക്കണം, പച്ചമുളക് വറുത്ത് കോരി എടുക്കണം. ഇതിൽ നമ്മൾ പക്ഷെ ഇഞ്ചി ചേർക്കാറില്ല അല്ലെ? ചിലര് പക്ഷെ ഇഞ്ചിയും ചേർക്കൂല. വേറൊരു ചൊവയാണ്. അപ്പൊ നമ്മൾ ഇഞ്ചി ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇത് വേണം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പൊ വെളുത്തുള്ളി നമുക്ക് കോരി മാറ്റാം.
ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ പച്ചമുളകും കൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ മുളക് അങ്ങനെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അതും കോരി എടുക്കുവാണ്. വറുത്ത് കോരി മുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ചങ്ങാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ക്യാരറ്റ് നമ്മളിങ്ങനെ വറുത്ത് കോരി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതിന്റെ അളവ് വളരെ കുറഞ്ഞു പോയില്ലോ, ഇതിങ്ങനെ ഡ്രൈ ആയി പോയില്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അച്ചാറിന്റെ അകത്തേക്ക് ഈ ക്യാരറ്റ് അങ്ങ് കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് വീണ്ടും നന്നായിട്ട് നമ്മുടെ സാധാരണ ക്യാരറ്റ് ഇരുന്ന പോലെ തന്നെ ഇത് ആ അച്ചാറിന്റെ അകത്ത് കിടന്ന് ഇത് വീർത്ത് വരും, അല്ലെങ്കിൽ വലുതായി വരും. അങ്ങനെ നമ്മുടെ അച്ചാറിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മളിത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അച്ചാർ ഇടാനായിട്ട് പോവുകയാണ്. ഇനിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ നമ്മുടെ കൊച്ചുരുളിയിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉരുളിക്കകത്തായത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം വറുത്ത് കോരി എണ്ണ തന്നെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ കടുകൊക്കെ ഇടാൻ പോവാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഉരുളി അതുപോലെ നമ്മൾ അടുപ്പേ നീങ്ങി വാങ്ങി നമ്മളിത് പുറത്ത് വെച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടി. അപ്പൊ ഇനി നമുക്ക് തീക്കകത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ഇടുന്നതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 2 3 4 5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി, എരിവുള്ള 1 സ്പൂൺ. അപ്പൊ ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും മുളകൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തുമ്പലും ചുമയൊക്കെ വരും കേട്ടോ. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് അപ്പൊ കണ്ടു. ഇതിന് നമുക്ക് തീ വേണ്ട കേട്ടോ. നമ്മള് ആ ചൂട് നമ്മുടെ ഉരുളിക്ക് ചൂടുണ്ട്, എണ്ണയ്ക്ക് ചൂടുണ്ട്, ആ ഒരു ചൂട് മാത്രം മതി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അമ്മയ്ക്ക് പറയാൻ പോലും പറ്റണ്ടായിപ്പോയി. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണം നമ്മുടെ ക്യാരറ്റ് ഇടുവാണ്. ഒപ്പം നമ്മളിത് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും അങ്ങോട്ട് ഇട്ടു. നിങ്ങൾക്ക് ഇഞ്ചി ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇഞ്ചി വറുത്തത് ഇതിന്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പൊ ഇനി നന്നായിട്ട് മുളക് പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഇതിൽ വേറെ പൊടികളൊന്നും ഇപ്പൊ ചേർത്തിട്ടില്ല, ആകെ മുളക് പൊടി മാത്രം അല്ലേ. ഉപ്പ് എപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്? ഉപ്പ് ചേർക്കാൻ പോകുന്നില്ല. അപ്പൊ വേറൊരു കാര്യം, നമ്മൾ ക്യാരറ്റ് വറുത്തപ്പോഴൊന്നും നമ്മൾ ഉപ്പ് തിരുമ്മിയിട്ടല്ല നമ്മൾ വറുത്തത്, ഒട്ടും ഉപ്പ് തിരുമ്മിയിട്ടില്ല. അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ പൊടികളാണ് ഇതിനകത്ത് ചേർക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാം. ഉലുവ അല്ലെ, ഉലുവാപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ ആണ് കേട്ടോ ഇടുന്നത്. ഇട്ട് കഴിയുമ്പോ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ഇച്ചിരി കൂടി ഇടും, കാര്യം പറഞ്ഞാല് വേണ്ട അല്ലേ. അപ്പൊ 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു. കായപ്പൊടി ഇത് ഇത്രയും ഉണ്ട് കേട്ടോ. ഇത്രയും കായപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. ഒരു ടീസ്പൂണിലും കൂടുതലുണ്ട് അല്ലേ അമ്മ. 1.5 ടീസ്പൂൺ കായപ്പൊടി ഉണ്ട്. അപ്പൊ ഒരു ഇച്ചിരി കൂടുതലാണ് ഇടുന്നത്. കായം മണക്കണം, സാമ്പാറിൽ കായം മണക്കണം എന്ന് പറയുന്ന പോലെ തന്നെ അച്ചാറിൽ ഒരു ഇച്ചിരി കായം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ കായം ഇട്ട് ഉലുവ ഇട്ടു. ഇനിയാണ് ഉപ്പിടാൻ പോകുന്നത്. കണ്ടോ, ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ഉപ്പിടുന്നത്. 1 2 2.5 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ് കേട്ടോ. 2.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും മിക്സ് ചെയ്തു. ഞാനാട്ടോ മിക്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് ഈ വിനാഗിരി ഒഴിക്കാൻ പോവാണ്. അപ്പൊ ഈ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. 1 2 3 3 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയന്റ് ചേർക്കൂട്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ക്യാരറ്റ് അച്ചാർ സെറ്റപ്പിലേക്ക് മാറാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാത്രത്തിൽ നന്നായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചായിരുന്നു കേട്ടോ. നല്ല കുടുകുടാൻ തിളപ്പിച്ചെടുത്ത വെള്ളമുണ്ട്. അപ്പൊ ആ ഒരു വെള്ളം നമ്മൾ ഇനി ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ക്യാരറ്റ് അച്ചാർ കൊട്ടയെ വെച്ച് കാണിക്കുന്നത് എന്തിനാണെന്നറിയോ, പാത്രത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ സെറ്റപ്പ് അച്ചാറാണ്. അടിപൊളിയായിട്ട് അച്ചാർ എന്തായാലും ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു കൊല്ലമൊക്കെ അടിപൊളിയായിട്ട് 1 കൊല്ലം 2 കൊല്ലം അച്ചാറൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ ഒരാൾ വന്നു ഇച്ചിരി ചോറ് കൊടുക്കണേ, നമുക്ക് ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എന്തായാലും ഒരു കൂട്ടം കൂട്ടാൻ കൂടെ മതി. പിന്നെ ഈ അച്ചാർ തന്നെ മതി കഞ്ഞി കുടിക്കാനുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അല്ലേ മേ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്കും കമന്റും അത് തന്നെ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. അപ്പൊ നിങ്ങള് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. കുറെ പഴയ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്, വീഡിയോസ് ഒക്കെ കാണണം.
നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരുപാട് സന്തോഷമുണ്ട്, ഇത്രയധികം ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു കുട്ടയിലെ ക്യാരറ്റ് അച്ചാർ അങ്ങനെ സമർപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലേ? വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. ശുഭദിനം.